എന്തിനാണ് നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുന്നത്? അത് അല്ലാഹു തആല നമ്മളോട് ഹൃദയത്തിൽ തരുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജഅൽ ലഹുമുർ റഹ്മാനു വുദ്ദ. അല്ലാഹുവിനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, അവരോടൊരു സ്നേഹം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അവർ ഹൃദയം തിരിച്ചപ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് തിരിച്ചു. ഒരാളെ അല്ലാഹു തആല സ്നേഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു, നിങ്ങളും സ്നേഹിക്കണമെന്ന്. അങ്ങനെ വാനലോകത്ത് മുഴുവനും സ്നേഹിക്കപ്പെടുന്നു, ഭൂമി ലോകത്തും ആ വ്യക്തി സ്നേഹിക്കപ്പെടുന്നു. അങ്ങനെ ആന്തരികമായ ആത്മീയമായ ഒരു സ്നേഹം കുടുംബബന്ധമോ മറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ തിരിച്ച് അള്ളാഹു ഒരാൾ വെറുത്തു കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. എല്ലാവരും അവരെ വെറുക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എന്നാൽ ഈ മഹാന്മാരാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി. ഇത് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെയോ മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെയല്ല. അവരെ ആരാധിക്കുകയും എന്നാൽ നേരിട്ട് അവര് ഈ അള്ളാഹുവിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ മുഅ്മിനീങ്ങള് സുന്നികൾ വിശ്വസിക്കുന്നത് അവർ വസീലകൾ മാത്രമാണ്, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികൾ മാത്രമാണ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. പിഴച്ചുപോയവരൊക്കെ അവരെ ആരാധിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.